പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം ദൈവം നൽകിയതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം. ദി ബുക്ക് ഓഫ് എഫേസ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 12. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. നമുക്ക് ധൈര്യമുണ്ടാകണമെങ്കിൽ, നമ്മുടെ ഭയം നമ്മളെ വിട്ട് നീങ്ങണമെങ്കിൽ, നമുക്കൊരു വാതിൽ തുറക്കണം, നമുക്കൊരു പെർമിഷൻ ലഭിക്കണമെങ്കിൽ, നമുക്ക് വേണ്ടി ചിലയിടത്തു നിന്ന് അനുവാദം ലഭിക്കണമെങ്കിൽ, പ്രവേശനമുണ്ടാകണമെങ്കിൽ, നമ്മുടെ കർത്താവിൽ നമ്മളെ തന്നെ അർപ്പിച്ച് ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമാണ് ധൈര്യമുണ്ടാകും, പ്രവേശനവും ഉണ്ടാകും. ഇന്ന് രാവിലെ സമയത്ത് ഒന്ന് ഹിതപരിശോധന ചെയ്യുക. എവിടെയാണ് തെറ്റുപറ്റിയത്? എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് മുൻപോട്ട് പോകാൻ സാധിക്കാത്തത്? സാധിക്കും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, യേശുവിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തത് സത്യമാണെങ്കിൽ നിശ്ചയമാണ് നമുക്ക് ധൈര്യമുണ്ടാകും, പ്രവേശനവും ഉണ്ടാകും. ഈ വചനം വിശ്വസിക്കാം, നമുക്ക് ധ്യാനിക്കാം. നല്ല കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തിരുവെഴുത്ത് പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.